ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട സ്ഥാപനം ജാമിയ നജ്മുൽ ഹുദായിൽ പഠനം പൂർത്തിയാക്കിയ പണ്ഡിത സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുഫ്തിമാരെ, ദീനിൻ്റെ ഇൽമിനെ സ്നേഹിക്കേണ്ട സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ മഹത്തായ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പാതിരാത്രി വന്നപ്പോൾ ഈ സ്ഥാപനത്തെ കണ്ടില്ലായിരുന്നു. ശേഷം പല ഘട്ടങ്ങളിലായി ഈ സ്ഥാപനത്തെ കണ്ടു. വളരെ ഉന്നതമായ നിർമ്മാണങ്ങളുള്ള സ്ഥാപനം, മഹത്തായ തോട്ടം, വിശാലമായ മസ്ജിദ്, വളരെ സൽസ്വഭാവികളായ ഉസ്താദുമാർ, അതുപോലെ തന്നെ ഉന്നത ഗുണങ്ങളുള്ള ഭാരവാഹികൾ, എല്ലാം വളരെ പ്രിയങ്കരമായി അനുഭവപ്പെട്ടു. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ജാമിയ നജ്മുൽ ഹുദ എന്നാൽ ഈ പറയപ്പെട്ടതൊന്നുമല്ല. ഇതിൻ്റെ യഥാർത്ഥ കാമ്പും കരളും നിങ്ങളാണ്. നിങ്ങൾ നന്നായാൽ ഈ സ്ഥാപനം നല്ലതാണ്, ഈ സ്ഥാപനം വിജയപ്രദമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾക്കെന്തെങ്കിലും കുറവുണ്ടായാൽ ആ കുറവ് ഈ സ്ഥാപനത്തിലേക്ക് ചേർക്കപ്പെടുമെന്ന് നാം എല്ലാവരും മനസ്സിലാക്കുക. ഈ സമയത്ത് ഞാൻ നിങ്ങളെല്ലാവരെയും ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വന്നു, ധാരാളം വർഷം പഠിച്ചു, ഇപ്പോൾ മഹത്തായ സനത് ഏറ്റുവാങ്ങുകയാണ്. പക്ഷേ ഈ ആശംസയ്ക്കുള്ളിൽ ഒരു മുന്നറിയിപ്പും കൂടി അടങ്ങിയിട്ടുണ്ട്. വിവാഹം കഴിക്കുന്ന വധൂവരന്മാർക്ക് എല്ലാവരും ആശംസ നേരാറുണ്ട്. പക്ഷേ ആശംസയുടെ ഉള്ളിൽ വലിയൊരു അറിയിപ്പും കൂടിയുണ്ട്. ഇന്നലെ വരെയും നിങ്ങൾ സ്വതന്ത്രമായി ജീവിച്ചിരുന്നു. ഇനി വിവാഹത്തിൻ്റെ വലിയൊരു ഭാരം നിങ്ങൾ വഹിക്കാൻ സന്നദ്ധമാകണം എന്നൊരറിയിപ്പുണ്ട്. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ മഹത്തായ സനത് തരുന്നതായ സമയത്ത് നിങ്ങൾക്ക് ആശംസ നേരുകയാണ്. ഈ ആശംസയോടൊപ്പം ഇതിൽ വലിയൊരു മുന്നറിയിപ്പും കൂടെയുണ്ട്. കാരണം ഇതുവരെയും നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ കൂടാരത്തിൻ്റെ ഒരു കൂടുണ്ടായിരുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഈ സ്ഥാപനം നിയന്ത്രിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചിരുന്നു. നിങ്ങൾക്ക് ആഹാരം തരികയും രോഗിയാൽ ശുശ്രൂഷിക്കുകയും നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ ഇനി ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിങ്ങൾ സഞ്ചാരം ആരംഭിക്കുകയാണ്. എൻ്റെ മഹാനായ ഉസ്താദാണ് ദാറുൽ ദേവബന്ദിലെ മുൻ സദറുൽ മുദദ്ദിസീനായ അല്ലാമ ഇബ്രാഹിം ബല്യാവി റഹ്മത്തുള്ളാഹി അലൈഹി. എനിക്ക് മഹാനരിൽ നിന്നും തിരുമതി പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. മഹാനവറുകൾ ദാറുൽ ദേവബന്ദിലെ പ്രധാന ഉസ്താദാണ്. അല്ലാമ ഖാലി തയ്യിബ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റ് മഹാന്മാരുടെ എല്ലാം ഉസ്താദാണ്. മഹാനവറുകളും ഇതേ പറഞ്ഞ വാക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതുവരെയും ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കുകയുണ്ടായി. മഹാനവറുകൾ ഞങ്ങൾ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കുകയുണ്ടായി. ഞങ്ങൾ പരീക്ഷ വളരെ കഠിനമായിട്ടാണ് നടത്തിയതെങ്കിലും ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് കരുണയുണ്ട്, സ്നേഹമുണ്ട്, പരിഗണനയുണ്ട്. നിങ്ങളെന്തെങ്കിലും തെറ്റ് കാണിച്ചാലും ഞങ്ങളത് മാപ്പാക്കും, വിട്ടുവീഴ്ച ചെയ്യും. എന്നാൽ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന നിങ്ങളോട് അല്പം പോലും കരുണ കാട്ടാത്ത, നിങ്ങളോട് യാതൊരു ദയയും പുലർത്താത്ത സമുദായത്തിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത്. അവരുടെ ഭാരമാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിലെൻ്റെ ഒരു സംഭവം, രസകരമായൊരു സംഭവം മൗലാന അവറുകൾ വിവരിക്കുകയുണ്ടായി. മൗലാന മുഹമ്മദ് മൻദൂർ നുഅ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി മൗലാന അവറുകളുടെ പിതൃവ്യ സഹോദരൻ കൂടിയാണ്, പിതൃ സഹോദരൻ കൂടിയാണ്. മൗലാന അവറുകൾ ദാറുൽ ദേവബന്ദിൽ പഠിച്ചു. അതിനുശേഷം ദാറുൽ നദ്വത്തുൽ ഉലമയിൽ 2 വർഷം പഠിച്ചു. തുടർന്ന് മൗലാന സിദ്ദീഖ് ബാന്തവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്ഥാപനത്തിൽ ബാന്തയിൽ ഏതാനും വർഷം പഠിപ്പിച്ചു. പിന്നീട് ദാറുൽ നദ്വത്തുൽ ഉലമയിൽ വന്ന് പഠനം ആരംഭിച്ചു. മൗലാനയുടെ വാക്ക് നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. ഞാൻ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ആഹ്ലാദത്തിലും മഹാന്മാരുടെ വലിയ കരുണയിലും സ്നേഹത്തിലുമാണ് കഴിയുന്നത്, വാത്സല്യത്തിലുമാണ് കഴിയുന്നത്. പക്ഷേ എനിക്കും സമുദായത്തിൽ നിന്നും കടുത്ത അവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം താമസിച്ചത് മൗലാന നുഅ്മാനിയുടെ കൂട്ടത്തിലാണ്. അവിടെ ചെറിയൊരു മസ്ജിദുണ്ട്.
ആ മസ്ജിദിൻ്റെ ഇമാമ് പിരിഞ്ഞു പോവുകയുണ്ടായി. പുതിയ ഇമാമിനെ അന്വേഷിച്ചപ്പോൾ മൗലാന നുഅ്മാനി പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ പുതിയ ഇമാമിനെ നിങ്ങൾ അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് 300 രൂപ മുടക്കേണ്ട ആവശ്യമില്ല. അന്ന് 300 രൂപ വളരെ വലിയൊരു തുകയാണ്. എനിക്ക് ദാറുൽ നെദവത്തുൽ ഉലമയിൽ ആദ്യമായി കിട്ടിയ ശമ്പളം 280 രൂപയാണ്. അന്ന് വലിയൊരു തുകയാണ് 300 രൂപ. അതുകൊണ്ട് നിങ്ങൾ ഈ പൈസയ്ക്ക് എന്തിന് ബുദ്ധിമുട്ടണം? ഇവിടെ ഇമാമത്ത് നിൽക്കാൻ ഞാനുണ്ട്, പിന്നെ മൗലാന സക്കരിയ ഉണ്ട്, അതുപോലെ എൻ്റെ മകൻ മൗലാന സജ്ജാദുണ്ട്. ഞങ്ങളുടെ ആവശ്യത്തിന് മാറി മാറി നിന്നോളാം, നിങ്ങൾക്ക് 300 രൂപ ലാഭിക്കാമല്ലോ. അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർക്ക് എന്തോ ഒരു ഭാഗ്യം ലഭിച്ചതുപോലെയായി. അങ്ങനെ ഞങ്ങളവിടെ ഇമാമത്ത് നിൽക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇമാമത്തിൻ്റെ മുഴുവൻ ഭാരം എൻ്റെ തലയിലായി. മൗലാന സജ്ജാദ് സാഹിബ് മദീനയിൽ പഠിക്കാൻ പോയി. മൗലാന നുഅ്മാനി ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹം കിടപ്പിലായി. ഇമാമത്ത് ഞാൻ തന്നെ രാവും പകലും ഓടി വരും, ഇമാമത്ത് കൃത്യമായി നിർവഹിക്കും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം നമസ്കാരത്തിലോ അതുപോലെ മസ്ജിദുമായി ബന്ധമോ അധികമൊന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് എപ്പോഴും സലാം പറയുന്ന സ്വഭാവമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, മൗലവി, എനിക്കൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിമർശനമുണ്ട്. നിങ്ങൾ എനിക്ക് സലാം പറയുന്നുണ്ട്, ഈ പള്ളിയിലെ മുല്ലാക്ക എനിക്ക് സലാം പറയുന്നില്ല, മോദീൻ എനിക്ക് സലാം പറയുന്നില്ല. പള്ളിയുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് പള്ളിയിരിക്കുന്നതായ മുല്ലാക്ക ഇദ്ദേഹത്തിന് വീട്ടിൽ വന്ന് സലാം പറയുന്നില്ല എന്ന വിമർശനം അദ്ദേഹം പറയും. ഇതാണ് സമുദായത്തിൻ്റെ നിലപാട്. വളരെ നിർദ്ദയത്വത്തോടുകൂടി കരുണയില്ലാതെ പെരുമാറുന്നൊരു സമൂഹവുമായിട്ടാണ് നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വലിയ സൂക്ഷ്മത കാണിക്കേണ്ടതായിട്ടുണ്ട്. मेरे अजीज़ों, जिस तरह निकाह की मुबारकबाद दी जाती है तो देखने में तो वो सिर्फ, सुनने में तो वो सिर्फ निकाह मुबारक हो, निकाह मुबारक हो, लेकिन इस निकाह मुबारक के बीच में क्या क्या छुपा हुआ है। तुम्हें शादी मुबारक, लेकिन इसके साथ साथ तुम्हारी बीवी की जिम्मेदारियां तुम्हारे ऊपर, और इंशाअल्लाहुल अज़ीज़ मुस्तक़बिल करीब में अल्लाह सुब्हानहू व तआला तुम्हें औलादों की नेमतों से, औलाद की नेमतों से नवाजेगा, वो भी मुबारक। लेकिन इसके साथ साथ बीवी की जिम्मेदारियां मुबारक, बच्चों की सरपरस्ती मुबारक, उनकी जिम्मेदारियां मुबारक। ऐसे ही तुम लोगों को जो मुबारकबाद दे रहे हैं, जिनमें मैं भी शामिल हूँ, वो तुमसे ये कह रहे हैं, अब तुम खुले मैदान में पहुँचोगे। मिल्लत इस्लामिया की पूरी जिम्मेदारियां तुम्हारे ऊपर हैं। कहीं भी मिल्लत इस्लामिया को कोई नुकसान पहुँचता है और एक आलिम जिम्मेदार अपनी हद तक उसकी फिक्र नहीं करता, तो इंदल्लाह वो माखूज होगा। जितना जो फिक्र कर सकता है उतना फिक्र करना उसकी जिम्मेदारी है। जितनी वो मेहनत कर सकता है उसके लिए फिक्र करना और मेहनत करना उसकी जिम्मेदारी है। अब बड़ा वसी मैदान तुमको मिला है। दुनिया ने बहुत तरक्की कर ली है। जापान में भी बुराई होती है तो उसकी जिम्मेदारी हिंदुस्तान के आलिम के ऊपर भी है, अगर वो उसको अदा कर सकता है। अमेरिका की बुराइयों की जिम्मेदारी तुम्हारे ऊपर है, हमारे मुल्क की बुराइयों की जिम्मेदारी तुम्हारे ऊपर है। ए मेरे अजीज़ों, तुम्हें आलिम बनना, तुम्हें मुफ्ती बनना, ये भी मुबारक, और तुम्हें एक जिम्मेदार आलिम और मुफ्ती बनना, ये भी मुबारक। तुम जहाँ जाओगे वहाँ दीन की जिम्मेदारियाँ तुम्हारे ऊपर होंगी, उम्मत मुस्लिमा की जिम्मेदारियाँ तुम्हारे ऊपर होंगी। तुम बरीउ ज़िम्मा नहीं हो सकते मेरे बच्चों, मेरे अजीज़ों, तुम बरीउ ज़िम्मा नहीं हो सकते। हमारी ज़िंदगी तो अपने बड़ों के साए में गुजर गई, अब तुम लोगों के लिए बहुत कम बड़े रह गए। तुम्हें ही मैदान अमल में आना है, तुम्हें ही जिम्मेदारियां पूरी अदा करनी है। हालात ख़राब से ख़राब तर हो जा रहे हैं। हमारे मुल्क के अंदर
हमारे दीनी मदारिस के ऊपर कदगन लगाई जा रही है, मसाजिद के ऊपर कदगन लगाई जा रही है, लाउड स्पीकर उतरवाए जा रहे हैं, मसाजिद तोड़ी जा रही हैं, उनको मंदिर बनाया जा रहा है। अपनी हद तक हर शख्स इसका मुकल्लफ है कि आदमी उसकी फिक्र करे और जो कुछ कर सकता है वो करे। औकाफ का फितना जो हमसे सल्ब किए जा रहे हैं, औकाफ इसका फितना, इसकी भी फिक्र करनी है। सरासर जुल्म और ज़्यादतियाँ हो रही हैं। ऐसी जुल्म और ज़्यादतियों का ज़माना तुम्हारा मैदान कार है, मैदान अमल है। लेकिन कुरान मजीद ने पहले ही कह दिया था, अम हसिब्तुम अन तदखुलुल जन्नता वलम्मा यातिकुम मसलुल लज़ीना खलौ मिन क़ब्लिकुम मस्सतहुमुल बासाउ वद्दर्रा वज़ुल्ज़िलू हत्ता यक़ूलर रसूलु वल्लज़ीना मअहू मता नस्रुल्लाह अला इन्ना नस्रल्लाहि क़रीब। यकीन होना चाहिए, अपनी हद तक मेहनत करनी चाहिए, अल्लाह और उसके रसूल के वादों पर यकीन होना चाहिए, अपनी हद तक मेहनत करने के लिए तैयार रहना चाहिए। सिर मदरसे की चाहर दीवारी में रहकर ऐश के साथ या चलिए तकलीफ के साथ भी तदरीसी खिदमत से अब काम नहीं चलेगा। मेरे अजीज़ों, हालात बहुत ख़राब हैं, लेकिन ये कहकर हम सुबुकदोश नहीं हो सकते। गज़ा वालों ने हालात का सामना करने का एक ऐसा नमूना पेश कर दिया है जिसकी मिसाल सहाबा किराम के दौर के बाद बज़ाहिर कहीं नहीं मिलती। ऐसी मिसाल पेश कर दी है। हमें इन सब बातों के लिए तैयार रहना है, हमें इन सब बातों के लिए तैयार रहना है। मदरसे की चाहर दीवारी में रहकर आपको अपनी आइंदा नस्लों को दीन के खादिम बनाने की, हंसो नहीं, मदरसे की चाहर दीवारी के अंदर रहकर हमने अभी आपसे कहा बातें नहीं कीजिए, बिल्कुल नहीं समझते उर्दू। तो मदरसे की चाहर दीवारी के अंदर रहकर उसी को गोशे आफियत समझ लेना, इससे काम नहीं चलेगा। मैदान अमल में आना होगा, अवाम को समझाना होगा, उनको तैयार करना होगा, उनका ईमान बचाना होगा, उनका ईमान बनाना होगा। अपने घर के अंदर भी फिक्र करनी होगी, अपने पड़ोस में भी फिक्र करनी होगी, अपने बाहर भी फिक्र करनी होगी, हर तरह की फिक्र करनी होगी तुम्हें। मेरे अजीज़ों, हालात बहुत सख्त हैं, लेकिन जैसे मैंने अभी अर्ज़ किया, क्या सहाबा किराम के ज़माने से भी ज़्यादा, हज़रत खुबैब के ज़माने से भी ज़्यादा, अम्मार इब्न यासिर के ज़माने से भी ज़्यादा, बिलाल हबशी के ज़माने से भी ज़्यादा दुनिया चक्कर काट रही, ज़माना चक्कर काट रहा है। अच्छे हालात के बाद बुरे हालात और बुरे हालात के बाद अच्छे हालात आ रहे हैं, आते रहेंगे। जो लोग उसके लिए तैयार हैं वो कामयाब हैं। वल्लज़ीना जाहदू फ़ीना लनहदियन्नहुम सुबुलना। हिम्मत तुम्हें करनी है, इरादे तुम्हें करने हैं, फैसले तुम्हें करने हैं, मदद उनकी तरफ से आएगी। ऐसी मदद आएगी, ऐसी मदद आएगी, कोई करके तो देखे। मदरसे में, हमारे यहाँ में मदरसे ही की ज़िंदगी का आदमी हूँ, मुझसे तो कुछ भी नहीं हुआ। आम तौर पर कमी मुताले की है। एक बात और, आम तौर पर कमी मुताले की है। दारुल देवबंद में पढ़ा, वह तो थोड़ी बहुत तौफीक थी, अल्लाह के मुताले का आदमी था, पढ़ने पढ़ाने का आदमी था और किसी चीज़ों में नहीं लगा रहता था। कोई खूबियाँ करामतें, कोई बड़ाइयाँ नहीं थी, लेकिन पढ़ने का शौक़ हो गया था, वो अल्लाह की तौफीक से था। अब मदरसों के अंदर, मदारिस के अंदर मुताले का बिल्कुल रिवाज नहीं रहा।
और बिदा मुताला पढ़ना बिल्कुल ऐसे है और पढ़ाना बिल्कुल ऐसे है जैसे एक संगलाख ज़मीन पर बारिश बरसी और पानी बहकर चला गया, और मुताला करके पढ़ने का मामला ऐसे है जैसे एक जुती हुई ज़मीन पर जिस पर ट्रैक्टर चलाया जा चुका है उसके ऊपर बारिश हुई और उसको बारिश को उस ज़मीन ने सब जज्ब कर लिया। बुखारी शरीफ वगैरह की रिवायतों में इसकी भी मिसाल दी गई और आपने पढ़ी है। और उसके लिए बारिश निहायत नाफे होती है। मेरे अजीज़ों, मुजाहिद भी पैदा करने हैं, दीन के लिए मेहनत करने वाले भी पैदा करने हैं, आलिम भी पैदा करने हैं। सब तुम लोगों की जिम्मेदारियां, तुम्हारी मुबारकबाद के अंदर ये सब चीज़ें दाखिल हैं। अब जिंदगी का बोझ तुम्हारे कांधों पर आ पड़ा है, अब इसको तुम्हें ही निभाना है इंशाअल्लाहुल अज़ीज़। പ്രിയപ്പെട്ടവരെ, വിവാഹത്തിൻ്റെ സമയത്ത് ആശംസകൾ നേരുന്നതിനോടൊപ്പം വലിയ ഉത്തരവാദിത്തങ്ങളെയും ആളുകൾ വധൂവരന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നിങ്ങളുടെ വിവാഹം നടന്നു, മംഗളമാകട്ടെ. പക്ഷേ ഒരു ഇണയെ ലഭിച്ചിരിക്കുന്നു, അതിനോടുള്ള കടമകൾ പാലിക്കണം. പടച്ചവന് ഉദവി ചെയ്താൽ ഇൻഷാ അല്ലാഹ് മക്കളുണ്ടാകും, അതും പടച്ചവൻ്റെ വലിയ അനുഗ്രഹമാണ്. അതിനോടുള്ള കടമകൾ നിർവഹിക്കണം. ഇതേ രീതിയിൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളോടും പറയുന്നു, നിങ്ങൾക്ക് വലിയ ആശംസകൾ നേരുകയാണ്. ഈ പരിപാടിയുടെ കണ്ണും കാതും കരളും നിങ്ങളാണ്. നിങ്ങൾക്ക് വലിയ ആദരവ് നൽകുന്നു. ഈ ആദരവിനോടൊപ്പം നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളും ഈ സദസ്സ് നൽകുകയാണ്. ഒന്നാമതായി, നിങ്ങൾ മുഴുവൻ ജനങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. എല്ലാ ജനങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. പ്രത്യേകിച്ചും ഇന്ന് ലോകം ഒന്നായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെയാണെങ്കിലും ജപ്പാനിലുള്ള ജനങ്ങളെക്കുറിച്ചും അമേരിക്കയിലുള്ള ജനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. രണ്ട്, കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം. കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം. മഹാന്മാരെല്ലാവരും യാത്രയായി, ഉള്ളവർക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. ഇനി നിങ്ങൾ കർമ്മരംഗത്ത് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. ഇന്ന് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മദ്രസകൾക്ക് നേരെ ഭീഷണി ഉയരുന്നു, മസ്ജിദുകൾക്ക് നേരെ ഭീഷണി ഉയരുന്നു, മസ്ജിദുകൾ തകർക്കപ്പെടുന്നു, മൈക്കിനെ വിവാദമാക്കി മാറ്റുന്നു. പ്രത്യേകിച്ചും ഈ സമയത്ത് വഖഫിൻ്റെ പ്രശ്നം വളരെ സങ്കീർണമാവുകയാണ്. മഹാന്മാരായ മുൻഗാമികൾ വലിയ ത്യാഗത്തോടെ നിർവഹിച്ച വഖഫ് സ്വത്തുക്കൾ വലിയ ഭീഷണി നേരിടുകയാണ്. ഈ സമയത്ത് നിങ്ങളാണ് കർമ്മവേദിയിലുള്ളത്, നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നിങ്ങൾ ശരിക്കും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും മസ്ജിദിൻ്റെ മൂലയിൽ ഒതുങ്ങിക്കൂടി, ഏതെങ്കിലും മദ്രസയിൽ ആഫിയത്തോടുകൂടി കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കാര്യമായി പരിശ്രമിക്കണം. പരിശ്രമത്തിലൂടെ അള്ളാഹു ഫലം നൽകുന്നതാണ്. ഖുർആനിൽ അള്ളാഹു ഉണർത്തുന്ന ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഉണ്ടായ പ്രയാസ പ്രശ്നങ്ങൾ പോലെ ഒന്നും ഉണ്ടാകാതെ, നിങ്ങൾ അതിനുവേണ്ടിയൊന്നും പരിശ്രമിക്കാതെ, അവർ പരിശ്രമിച്ചതുപോലെ പരിശ്രമിക്കാതെ സ്വർഗത്തിൽ കടക്കാമോ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അള്ളാഹു ചോദിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾക്ക് മുമ്പാകെ അടിയറവ് പറയരുത്. നിങ്ങൾ കർമ്മരംഗത്ത് നിന്ന് മോടി ഓടിക്കരുത്. നമുക്ക് മുമ്പാകെ പാവപ്പെട്ട എന്നാൽ ഈമാനിൻ്റെയും ഇൽമിൻ്റെയും ധീരതയുടെയും മൂലധനം വെച്ച് ശക്തമായ പ്രതിരോധം നടത്തിയ ഗസയുടെ ഒരു വലിയ മാതൃക മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ ആ ദാസന്മാർ പടച്ചവനിൽ പരമേൽപ്പിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയപ്പോൾ പടച്ചവന് എത്ര വലിയ സഹായമാണ് ഉണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അടുത്ത തലമുറയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. പൊതുജനങ്ങളുടെ ഈമാൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. പൊതുജനങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കപ്പെടുന്നു, പുതിയ പുതിയ വിശ്വാസങ്ങൾ അവരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നു. അവരുടെ കൈപിടിച്ച് ഈമാനിൻ്റെ ഉന്നതമായ ശീതളച്ചായയിൽ ഉറപ്പിച്ച് കുടുംബത്തിൻ്റെ കാര്യം നോക്കൽ നിങ്ങളുടെ കടമയാണ്. അയൽവാസികളുണ്ട്. കാലഘട്ടം വളരെ മോശമാണ്, വലിയ പ്രശ്നമാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവും ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവും നേരിട്ട കാലഘട്ടത്തേക്കാൾ
മോശമായ സങ്കീർണമായ കാലഘട്ടത്തിലാണോ നിങ്ങൾ കഴിയുന്നത്? നമ്മളെക്കാളും എത്ര വലിയ ഭീഷണിയായിരുന്നു, എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നു ആ മഹത്തുക്കൾ നേരിട്ടത്. എന്നാൽ അവർ ഈമാനിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നു. അവർ ദഅവത്തിൻ്റെ വഴിയിൽ പരിശ്രമിക്കുകയുണ്ടായി. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ എന്ന പടച്ചവൻ്റെ വചനം അവരിൽ പുലരുകയുണ്ടായി. ആര് എൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുമോ അവർക്ക് നാം വഴികൾ തുറന്നു കൊടുക്കുന്നതാണ്, വിജയത്തിലേക്ക് നയിക്കുന്നതാണെന്ന് അല്ലാഹു പറയുകയുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും ദീനിൻ്റെ പരിശ്രമത്തിന് സന്നദ്ധരാകണം. പ്രത്യേകിച്ചും നമ്മളെല്ലാവരും നമ്മൾ പഠിച്ചു വെച്ച കിതാബിനെ മടക്കി നമ്മൾ വെക്കരുത്. നിരന്തരം വായന നമ്മൾ തുടരേണ്ടതായിട്ടുണ്ട്. ഇന്ന് വായന വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നു. അള്ളാഹു ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കാഴ്ചകളും മനോഹരമാണെങ്കിലും അതിമനോഹരം മാഷാ അല്ലാ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട അനുഗ്രഹീതമായ ലൈബ്രറിയാണെന്ന് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ്. മർഹൂം ഹാജിയാരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് നടന്നൊരു സദസ്സിൽ ഇവിടെ ഒരു നല്ല ലൈബ്രറി വേണമെന്ന് പറഞ്ഞു. ആ ലൈബ്രറി നമ്മുടെ അടുത്ത മുമ്പിലുള്ള കെട്ടിടത്തിന് മുകളിൽ വെക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ മനോഹരമായ ലൈബ്രറി വന്നിരിക്കുന്നു. നമ്മളവിടെ വായിക്കണം, അതിനെ പ്രയോജനപ്പെടുത്തണം. ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ വായന വളരെ കുറഞ്ഞിരിക്കുന്നു. മൗലാന പറയുന്നു, വായനയില്ലാതെ വെറുതെ ക്ലാസ്സിൽ മാത്രം പങ്കെടുക്കുക എന്നുള്ളത് കൽ പ്രദേശത്ത് മഴ പെയ്യുന്നത് പോലെയാണ്. മഴ പെയ്യും, മഴയങ്ങ് ഒലിച്ചു പോകും. എന്നാൽ വായനയ്ക്ക് ശേഷം നമ്മൾ പാഠവുമായി ബന്ധപ്പെടുന്നത് നല്ല ഇളകി മറിക്കപ്പെട്ടതായ ഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ്. പരിശുദ്ധമായ ഹദീസിനും ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായ അറിയിപ്പുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നല്ല ഒരുക്കത്തോടുകൂടി, നിരന്തരം ഒരുക്കത്തോടുകൂടി നമ്മൾ ദീനിൻ്റെ പരിശ്രമത്തിൽ വ്യാപൃതരാകണം. നമ്മൾ മഹാന്മാരായ സഹാബാക്കളിലേക്ക് നോക്കി മുമ്പോട്ട് നീങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. मेरे अजीज़ों, जिहाद का लफ्ज़ हम लोगों ने सिर्फ एक ही माना में इस्तेमाल करना शुरू कर दिया है। तुम्हें अपने घर में भी जिहाद करना है। तुम्हारी घर की औरतें, तुम्हारे बच्चे, तुम्हारे लख्त जिगर अगर बेदीनी का काम करते हैं तो उसको तुम्हें हल्के से बर्दाश्त नहीं करना है। अपने घर के अंदर बच्चों के दीनदार बनाने की फिक्र करना, ये भी जिहाद है। मोहतरमा को, अहलिया को दीनदार बनाना, ये भी जिहाद है। तुम लोगों के लिए नमूना और नज़ीर बनोगे। तुम्हारे घरों के अंदर अगर दीनदारी होगी तो लोगों को दीन से मोहब्बत और ताल्लुक़ होगा। तुम्हारे घरों के अंदर अगर खुदा न खास्ता बेदीनी होगी तो तुम्हारी बेदीनी की वजह से लोगों को दीन से बोझ पैदा होगा। तुम्हें इसके लिए भी मेहनत करनी है। तुम्हें अपने महल्ले और मुआशरे के लिए भी मेहनत करनी है। तुम्हें मुसलमानों को दीनदार बनाने के लिए भी मेहनत करनी है। दीन का कोई काम हो, चाहे जमात का काम हो, चाहे मदरसे का काम हो, मकतब का काम हो, ऐसे स्कूलों और कॉलेजों का काम हो जो हुकूमत के स्कूलों और कॉलेजों के कायम मकाम बन सके और उनके अंदर वो बुराइयां ना हो जो दुनियावी स्कूलों में और कॉलेजों के और यूनिवर्सिटी के अंदर होती हैं। तुम्हें उसकी भी फिक्र करनी है। और एक बात अर्ज़ कर दूं, अल्हम्दुलिल्लाह अल्हम्दुलिल्लाह आपके यहाँ जुनूबी हिंद के लोगों में शुमाली हिंद से के लोगों से बहुत ज़्यादा सलाहियत है। शुमाली हिंद में दारुल उलूम देवबंद है, शुमाली हिंद में मज़ाहिरुल उलूम सहारनपुर है, शुमाली हिंद में दारुल उलूम नदवतुल उलमा में है, शुमाली हिंद में और दीगर मदारिस हैं, शुमाली हिंद में अलीगढ़ यूनिवर्सिटी है। लेकिन मेरे अजीज़ों, ये गौर करो ये पौधे किसके लगाए हुए हैं और कब के लगाए हुए हैं, और वो कैसे लोग थे जिन्होंने ये पौधे लगाए थे जो आज बड़े दरख्त बन गए हैं। लेकिन अब नए पौधे लगाने वाले लोग शुमाली हिंद में बहुत कम हैं।
नए पौधे लगाने वाले लोग जनूबी हिंद में बहुत ज़्यादा हैं। तुम जनूबी हिंद के लोग हो, तुम्हें हर मैदान में काम करना है, मदारिस के मैदानों में काम करना है, स्कूलों के मैदानों में काम करना है, जमातें अगर निकल रही हैं उनके साथ काम करना है। एक बात छोटा मुंह बड़ी बात है, बड़ों की सोहबत से नसीब हुई है, मेरे अंदर नहीं है ये बात। अगर इज्जत के तालिब होगे तो इज्जत नहीं मिलेगी। मेरे बच्चों तुम्हें बताए देता हूँ, मेरी उम्र बहुत हो गई, मैंने बहुत बड़े बड़ों को देख लिया है अल्हम्दुलिल्लाह। जिन्होंने इज्जत को पीछे फेंका उनको अल्लाह ने इज्जत अता फरमाई, और जो इज्जत के पीछे पड़े इज्जत उनसे भागती चली गई। कभी इज्जत के तालिब न बनना। मालो दौलत रिस्क तुम्हारे नसीब में तुम्हारी पैदाइश से बहुत पहले बहुत पहले बहुत पहले वमा मिन दाब्बतिन फिल अर्ज़ि इल्ला अल्लाह रिज़्क़ुहा का वादा हो गया है, और उससे भी पहले लोहे महफूज में लिखा जा चुका है तुम्हारा रिस्क। उसके चक्कर में भी ज़्यादा नहीं पढ़ना, जितने मुकल्लफ हैं उतना काम करना है, बाकी उनकी रजामंदी की फ़िक्र करनी है, दीन की फ़िक्र करनी है। दीन की फ़िक्र के लिए सिर्फ मस्जिद का बनाना काफ़ी नहीं है, दीन की फ़िक्र के लिए ऐसे कॉलेज और स्कूलों का बनाना भी ज़रूरी है, जिन कॉलेज और स्कूलों में दुनियावी तालीम के साथ साथ दीन की भी हिफाजत होती रहे, दीन की भी बका रहे। हालात ऐसे ख़राब हो रहे हैं, इधर बच्चे को दाखिल किया कॉलेज के अंदर, उधर बच्चा बर्बाद होकर निकला। तो हमें ऐसे कॉलेज भी बनाने हैं जिनमें बच्चा मुसलमान दाखिल हो और अपने इस्लाम को हिफाजत के साथ बाकी लेकर चला है। और जो बात अभी अर्ज़ की थी वो फिर अर्ज़ करता हूँ, जाहो मनसब और इज़्ज़त के तालिब न बनना। जो लोग जाहो मनसब और इज़्ज़त के तालिब बनते हैं उनको जाहो मनसब और इज़्ज़त आम तौर पर नहीं मिलता। दूसरी बात ये कि दुनिया के शरीर तरीन लोगों से हमारा वास्ता है। सारी दुनिया में जिन लोगों का कब्जा दुनिया के ऊपर है वो दुनिया के अशरार हैं, उनका मुकाबला हम उनके हथियारों से नहीं कर सकते। ये बात मेरी समझ लीजिए, उनका मुकाबला हम उनके हथियारों से नहीं कर सकते। उनके पास हथियार हमारे हथियारों से बहुत ज़्यादा ताकतवर है, उनके जहन हमसे बहुत ज़्यादा तेज़ है, वो बहुत ज़्यादा ज़हीन है, वो बहुत ज़्यादा शातिर हैं। उनका मुकाबला कर सकते हो तो इस्लाम से करते हो। इन्ना दीन इंदल्लाहिल इस्लाम, अल्लाह का दीन इस्लाम है, अल्लाह का दीन है। अल्लाह को उससे बहुत ज़्यादा प्यार है, अल्लाह को नबियों से भी प्यार है, अल्लाह को सहाबा से भी प्यार है, अल्लाह को दीन के हादियों से भी प्यार है, दीन के हामिलों से भी प्यार है। लेकिन वो बवजह दीन है। सबसे ज़्यादा अल्लाह सुब्हानहू तआला को अपना दीन पसंद है, नबियों की शहादत बर्दाश्त है, दीन की ज़िल्लत बर्दाश्त नहीं है। कितने अम्बिया अलैहिमुस्सलातु वस्सलाम दीन के खातिर शहीद हुए, कितने सहाबे किराम दीन के खातिर शहीद हुए। और ग़ज़वा उहद में सैयदना मौलाना हज़रत मोहम्मद सल्लल्लाहु अलैहि वसल्लम के चेहरे मुबारक और सर मुबारक पर जो चोट लगी और खून बहा, वो किस लिए? कोई जायदाद की ज़रूरत थी? मक्के वालों ने क्या नहीं पेश कर दिया था? सरदारी पेश कर दी थी, मालो दौलत पेश कर दिया था, औरतें पेश कर दी थी। लेकिन आप दीन की खातिर सबके मुखालफत करते रहे, सबको दीन की दावत देते रहे, सबको दीन की बात बतलाते रहे। तुम्हारी जिम्मेदारी, तुम नायब रसूल हो, सहाबा के नायब हो, ताबीन के नायब हो, जिनकी किताबें पढ़ी हैं उनके नायब हो, जिन्होंने दीन की खातिर कुर्बानियाँ दी हैं उनके नायब हो। तुम्हें ये काम सब करने हैं। मैंने पहले ही कह दिया था छोटा मुंह है और बड़ी बात कहने जा रहा हूँ, लेकिन करना है तुम्ही को। तुम अगर ये जिम्मेदारियां नहीं करोगे तो अपनी जिम्मेदारियों से सुबुकदोश नहीं हो सकते। अल्लाह सुब्हानहू व तआला के यहाँ इसकी जवाबदेही तुमको करनी पड़ेगी। मेरे अजीज़ों, मैदान कारज़ार बहुत सख्त है,
लेकिन ऐसा नहीं है कि इसकी मिसालें पहले से नहीं मौजूद हैं, और अब भी इसकी मिसालें मौजूद हैं। अल्लाह के बंदों ने सब कुछ कुर्बान करके अल्लाह के दीन की हिफाजत की है और कर रहे हैं, सारी दुनिया को झुका दिया है उन्होंने। इंशाअल्लाहुल अज़ीज़ तुम भी ऐसा ही करोगे, इंशाअल्लाह करोगे, इंशाअल्लाह करोगे। मैं तुमको मुबारकबाद देता हूँ, मगर तुम्हारी जिम्मेदारियाँ भी तुमको याद दिलाता हूँ मेरे अजीज़ों, तुम्हारे लिए बड़ी जिम्मेदारियाँ हैं। पीठ नहीं फेरनी है, डरा नहीं रहा हूँ। वल्लज़ीना जाहदू फ़ीना लनहदियन्नहुम सुबुलना, कर तो लो, मैदान में उतरो तो, मैदान में उतरो तो। हमारी ज़िंदगी तो बुजुर्गों के साए में गुजर गई, उन्होंने सब अपनी जिम्मेदारियां ले ली थी, हमें नहीं ज़्यादा मेहनत करनी पड़ी। एक छोटा सा मैदान था तालीम का, उसमें कुछ थोड़ी बहुत जिम्मेदारियां अदा की। तुमको मैं सब तो तालीम के मैदान में नहीं लग जाएंगे, और लग भी जाएंगे तो महल्ले की जिम्मेदारियों से तो बरी जिम्मा नहीं हो सकते, घरेलू जिम्मेदारियों से तो बरी जिम्मा नहीं हो सकते, शैतान का मुकाबला करने से तो बरी जिम्मा नहीं हो सकते। तुम ही को करना है। तुम्हारी मुबारकबाद के साथ तुम्हें जिम्मेदारियां भी सपुर्द करता हूँ, और तुम्हें ये भी याद दिलाता हूँ तुम्हें ये काम करने हैं। इंशाअल्लाहुल अज़ीज़ तुम ये काम करोगे करोगे करोगे, और इंशाअल्लाह सुर्ख रू होगे, अल्लाह की मजबूत रस्सी को पकड़ लोगे तो अल्लाह सुब्हानहू व तआला तुम्हें कभी ज़लील और रुस्वा नहीं होने देगा। लेकिन अल्लाह के ना होकर दूसरों के होगे तो फिर जिल्लत और इज़्ज़त तो इन्नल इज़्ज़त लिल्लाह, इज़्ज़त तो अल्लाह के लिए। मेरे बच्चों, मेरे अजीज़ों, मुझसे कहना भी नहीं आता, मैं दिल खोल के दिखा भी नहीं सकता तुमको क्या करना है तुमको। मैंने कभी कुछ किया भी नहीं जो तुमसे कहूँ ये करना। बड़ी जिम्मेदारियां हैं अल्लाह ताला ने तुम्हारे ऊपर डाली हैं, लेकिन सुर्खरुई तुम्हारी कदम चूमेगी। कसम खाकर कह सकता हूँ, इतना यकीन है इस बात के ऊपर, तुम जिम्मेदारियां अदा करोगे, सुर्खरुई कामयाबियां तुम्हारे कदम। आप सोचिए, हमारे दारुल देवबंद के बानियों ने, हमारे बड़े मदरसों के बानियों ने, नदवे के बानियों ने, मज़ाहिर के बानियों ने, जमात का काम करने वाले मौलाना इलियास साहब ने, ये बहुत ज़्यादा सलाहियतों के लोग थे ना, बहुत ज़्यादा ईमान के लोग थे, ये बहुत पुख्ता ईमान के लोग थे। पर इसकी ज़रूरत है मेरे बच्चों, अल्लाह तुम्हारी उम्रों में बरकत अता फरमाए। ബഹുമാനികളെ, നമ്മളിന്ന് ജിഹാദിൻ്റെ അർത്ഥം വളരെ പരിമിതമാക്കിയിരിക്കുകയാണ്. ശത്രുക്കളുമായി നേരിടുക എന്നത് മാത്രമാണ് നമ്മൾ ജിഹാദിന് അർത്ഥം വെക്കുന്നത്. പക്ഷേ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ജിഹാദ് നടത്താൻ തയ്യാറല്ല. ഭാര്യ മക്കളുടെ വിഷയത്തിൽ ചിന്തിക്കാൻ നമ്മൾ മെനക്കെടുന്നില്ല. അതുകൊണ്ട് ജിഹാദ് ആരംഭിക്കേണ്ടത് സ്വന്തം ജീവിതത്തിൽ നിന്നുമാണ്. സ്വന്തം ജീവിതത്തിൽ ദീനുണ്ടാക്കാൻ പരിശ്രമിക്കണം, ഇണകളുടെ ജീവിതത്തിൽ ദീനുണ്ടാക്കാൻ പരിശ്രമിക്കണം, മക്കളുടെ വിഷയത്തിൽ പരിശ്രമിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മാതൃകാ ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഒരു മാതൃകാ ഭവനം നമ്മൾ നിർമ്മിക്കുക. ഇതിലൂടെ ജനങ്ങൾ ദീനിലേക്ക് അടുക്കുന്നതാണ്. ദീനിൻ്റെ പരിശ്രമങ്ങളിൽ, എല്ലാ പരിശ്രമങ്ങളിലും ബന്ധപ്പെടുക. തബ്ലീഗിൻ്റെ പരിശ്രമങ്ങളിൽ ബന്ധപ്പെടണം, മദ്രസകളുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകണം, മക്തബുകളുടെ പരിശ്രമങ്ങളിൽ സജീവമാകണം. എന്നെല്ലാം സ്കൂൾ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കണം. അത്തരം സ്ഥാപനങ്ങൾ നമ്മൾ സ്ഥാപിക്കാൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ മഹാന്മാർ മാഷാ അല്ലാഹ് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടാക്കി. പക്ഷേ ഇന്ന് ഈ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ദക്ഷിണേന്ത്യയിലെ സഹോദരങ്ങളാണെന്ന് സന്തോഷത്തോടുകൂടി പറയുകയാണ്. എന്നാൽ ഈ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു മുസമ്മിൽ മോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ മഹത്തായ ലക്ഷ്യങ്ങളും കർമ്മ പദ്ധതികളും സരളമായി വിവരിക്കുകയുണ്ടായി. ഈ സമയത്ത് ഓരോ സഹോദരങ്ങളോടും പറയാനുള്ള കാര്യം ഇതാണ്: നിങ്ങളുടെ വീടുകളിൽ, നാടുകളിൽ ഓരോ നജ്മുൽ ഹുദകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. മാഷാ അല്ലാഹ്, ഇന്ന് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മളുടെ സ്ഥാപനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും മാർഗദർശനം നൽകാനും തയ്യാറുമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നല്ല നിലയിൽ മദ്രസകൾ സ്ഥാപിക്കാനും നടപ്പിലാക്കാനും പരിശ്രമിക്കണം. ഇസ്ലാമികമായ പരിചരണം നൽകുന്ന സ്കൂളുകൾ സ്ഥാപിക്കാൻ പരിശ്രമിക്കണം. സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട വിഷയം മനസ്സിലാക്കണം. നമുക്ക് നമ്മളുടെ ശത്രുക്കളെ ഭൗതികമായ ഒന്നും കൊണ്ട് നേരിടാൻ കഴിവില്ല. അവരായുധത്തിന് മുൻപന്തിയിലാണ്, ബുദ്ധിയിലും സാമർഥ്യത്തിനും മുൻപന്തിയിലാണ്. നമുക്ക് നമ്മുടെ ശത്രുക്കളെ നേരിടാൻ സാധിക്കും പരിശുദ്ധമായ ഈ ദീനിനെ കൊണ്ട്, ഈമാനിനെ കൊണ്ട്. അള്ളാഹുവിന് അവൻ്റെ ദീൻ വളരെ പ്രിയങ്കരമാണ്. ദീൻ, ഇസ്ലാം പടച്ചവൻ അങ്ങേയറ്റം ഇഷ്ടമാണ്.
മഹാന്മാരായ നബിമാരെല്ലാവരും ത്യാഗം ചെയ്യുകയും അവരിൽ പലരും ഷഹാദത്ത് വരിക്കുകയും ചെയ്തത് ദീനിന് വേണ്ടിയാണ്. ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് നോക്കിൻ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ത്യാഗങ്ങൾക്ക് സന്നദ്ധമായി, സഹാബികൾ ത്യാഗങ്ങൾക്ക് സന്നദ്ധമായി. അതുകൊണ്ട് ആ മഹാന്മാരിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പരിശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി കൂടുതലായി പറഞ്ഞത് വരട്ടാൻ വേണ്ടിയല്ല, മറിച്ച് മഹാന്മാരിലേക്ക് നോക്കി നമ്മൾ പരിശ്രമത്തിന് വേണ്ടി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബലന എന്ന വചനം നമ്മൾ ഓർക്കണം. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ എന്ന വചനം നമ്മൾ ഓർക്കണം. ഒരു കാര്യം മൗലാന അവറുകൾ പ്രത്യേകം പറയുന്നു, നമ്മൾ ഒരിക്കലും പണത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ നടക്കാൻ പാടില്ല. അങ്ങനെ നടന്നവരെല്ലാവരും നാണം കെട്ടിട്ടുണ്ട്. മറിച്ച് നമ്മൾ ദീനിന് വേണ്ടി നമ്മൾ ദീന് മുൻപന്തിയിൽ വെച്ചുകൊണ്ട് നടക്കണം. സ്ഥാനവുമെല്ലാം അല്ലാഹു തആല പിന്നിൽ കൊണ്ട് തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മഹാന്മാരിലേക്ക് നോക്കി, അവർ വലിയ അറിവുള്ളവരൊന്നും ആയിരുന്നില്ല. ദാറുൽ ദേവബന്ദ് അല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഉലമ, അതുപോലെ തബ്ലീഗിൻ്റെ മർക്കസ്, ഇവിടെയുള്ള മഹാന്മാർ ഇവരാരും വലിയ അറിവുള്ളവരും വിജ്ഞാനങ്ങളുള്ളവരായിരുന്നില്ല. പക്ഷേ അവർ ദീനുള്ളവരായിരുന്നു. ദീൻ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു, ദീനിൻ്റെ ചിന്തയുണ്ടായിരുന്നു. അല്ലാഹു തആല അതിലൂടെ വലിയ പരിശ്രമങ്ങൾക്ക് തൗഫീഖ് നൽകി. അതുകൊണ്ട് നാം എല്ലാവരും എടുക്കേണ്ട തീരുമാനമാണ്, ഇൻഷാ അല്ലാഹ് ഈ മദ്രസയെ നമ്മൾ നമ്മുടെ നെഞ്ചുകളിൽ ഏറ്റിക്കൊണ്ട് നമ്മുടെ വീടുകളിലേക്ക്, നാടുകളിലേക്ക്, കർമ്മമണ്ഡലങ്ങളിലേക്ക് പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സന്നിധാനം നിർവഹിക്കുന്നു.